ഓം ശാന്തി. മസ്തകമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ഒരു ദിവ്യമണിയാണ്. ചൈതന്യ ശക്തി ആത്മാവാണ്. ഞാൻ ആത്മാ ഒരു ആത്മീയ യാത്രികനാണ്. റുഹാനി യാത്രിയാണ്. എനിക്ക് സദാ സ്മൃതിയുണ്ട്. എനിക്കെൻ്റെ സ്വന്തം വീടായ പരമധാമത്തിലെത്തണം. ഇപ്പോൾ എൻ്റെ പരംപിത ശിവബാബയുടെ ഓർമ്മയിൽ ലയിച്ച് ഞാൻ ഈ ശരീരമാകുന്ന വസ്ത്രത്തിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് ഈ പഴയ ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ നിന്നും ദൂരെ പറന്നുയരുകയാണ്. സൂക്ഷ്മവദനത്തിൽ നിന്നും ദൂരെ ഞാൻ ശിവപുരിയിലെത്തുന്നു. ഞാനിപ്പോൾ എൻ്റെ പ്രിയ ശിവബാബയുടെ അരികിലാണ്. ശിവബാബയിൽ നിന്നും സർവഗുണങ്ങളുടെയും ശക്തികളുടെയും കിരണങ്ങൾ ഇടതടവില്ലാതെ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ ശക്തിശാലി കിരണങ്ങളും എന്നിൽ സമാവേശമാകുന്നു. ഞാൻ ആത്മാ ഇപ്പോൾ ബാബയുടെ കൂടെ താഴേക്കിറങ്ങി പ്രകാശമയ വസ്ത്രം ധാരണ ചെയ്യുന്നു. സൂക്ഷ്മവദനത്തിൽ നിന്നും താഴേക്കിറങ്ങി ഞാൻ ആത്മീയ യാത്രികൻ ഫരിസ്ത രൂപത്തിൽ എൻ്റെ പ്രഭു പിതാവിൻ്റെ കൂടെ വിചരണം ചെയ്യുന്നു. 4 ഭാഗത്തും ദിവ്യ പ്രകാശമാണ്. ഞാൻ ഒരു അനന്ത ഊർജത്തിൻ്റെ സ്രോതസ്സാണ്. ഞാൻ എൻ്റെ പ്രിയ ബാബയുടെ കൂടെ ആകാശമാർഗത്തിൽ സഞ്ചരിക്കുന്നു. ഉയരത്തിൽ അന്തരീക്ഷത്തിൽ നിന്നും ഭൂമിയുടെ ദൃശ്യങ്ങൾ കാണുന്നു. എൻ്റെ പ്രിയ ബാബയുടെ കൂടെ പ്രകൃതി സഹിതം സമസ്ത മാനവരാശിക്കും ഞാൻ സകാശ് നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രഭു പിതാവിൽ നിന്നും പുറപ്പെടുന്ന അനന്തശക്തിയുടെ കിരണങ്ങൾ ഞാൻ ഫരിസ്തയിലൂടെ കടന്ന് ദൂരെ ദൂരെ സമ്പൂർണ്ണ വിശ്വത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ മാനവത തൻ്റെ ദുഃഖങ്ങൾ മറന്ന് അസീമമായ ശാന്തിയുടെ അനുഭവം ചെയ്യുന്നു. പ്രകൃതി പാവനമാകുന്നു. പ്രകൃതി സൗന്ദര്യം 4 ഭാഗത്തും പ്രകടമാകുന്നു. ഞാൻ ആത്മാ ഈ സുന്ദര ദൃശ്യത്തെ സ്വർഗീയ സുഖത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. എൻ്റെ ഭവിഷ്യ രാജ്യഭാഗ്യത്തെ ഞാനിപ്പോൾ സ്പഷ്ടമായി കാണുകയാണ്. പ്രിയ ബാബയുടെ കൂടെ ഈ ആനന്ദമയ നിമിഷങ്ങൾ എനിക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ ഒരേ ഒരു ബാബയെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ ഞാൻ പാവന ലോകത്തേക്ക് പോകുകയാണ്.
പതിതരായ ദേഹധാരികളോട് എനിക്കിഷ്ടമില്ല. എൻ്റെ ഈ പഴയ ശരീരം വളരെ വിലപ്പെട്ടതാണ്. ആത്മാവായ ഞാൻ ഈ ശരീരത്തിലിരുന്ന് ബാബയെ ഓർമ്മിച്ച് വലിയ ലോട്ടറി നേടിക്കൊണ്ടിരിക്കുകയാണ്. ബാബയുടെ ഓർമ്മയിൽ സന്തോഷത്തിൻ്റെ ടോണിക്ക് ലഭിക്കുന്നു. ഞാൻ ആത്മീയ യാത്രക്കാരനാണ്. കാരണം ശരീരത്തോടൊപ്പമല്ല, ആത്മാവാണ് യാത്ര ചെയ്യുന്നത്. ആത്മീയ ലോകത്തിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് തിരികെ പോകണം. നാടകം പൂർത്തിയാവുമ്പോൾ എല്ലാവരും തിരികെ പോകുന്നു. ഞാനിപ്പോൾ വീടിനോടും രാജധാനിയോടും എൻ്റെ ബുദ്ധിയോഗം വയ്ക്കുന്നു. അന്തിമ മനം പോലെ ഗതി. ഈ പഴയ ശരീരത്തെയും സന്തോഷത്തോടെ വേണം ഉപേക്ഷിക്കാൻ. ബാബയെ ഓർമ്മിച്ച് യോഗബലത്തിലൂടെ പാപഭാരമില്ലാതാക്കുന്നു. ബാബ പറഞ്ഞു തരികയാണ്, ബാബയുടെ ജന്മം ദിവ്യവും അലൗകികവുമാണെന്ന്. മറ്റൊരാത്മാവിനും ബാബയെപ്പോലെ അല്പസമയത്തേക്ക് മാത്രം ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. സത്യയുഗത്തിൽ കൊറ്റികൾ അഥവാ വികാരി മനുഷ്യർ ആരും തന്നെ ഉണ്ടാകില്ല. ബാബ വരുന്നത് തന്നെ കൊറ്റികളുടെ ഇടയിലാണ്. പിന്നീട് ഹംസങ്ങളാക്കി മാറ്റുന്നു. ദേവതകളെ ഹംസമെന്നും അസുരന്മാരെ കൊറ്റികളെന്നും പറയുന്നു. ഞാനിപ്പോൾ അഴുക്കിനെ ഉപേക്ഷിച്ച് മുത്തിനെ പെറുക്കിയെടുക്കുന്നു. അകാലമൂർത്തിയായ ഒരേ ഒരു ബാബ സർവരുടെയും സദ്ഗതി നൽകുന്നു. പരിധിയില്ലാത്ത അച്ഛൻ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെയും ആദി മധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി ചക്രവർത്തി രാജാവായി തീരുന്നു. ബാബ പറഞ്ഞു തരുന്നു, ഞാൻ കാട്ടുമുള്ളായി തീർന്നിരിക്കുകയാണ്. ഓരോ കാര്യത്തിനും അതിൻ്റെതായ തിരിച്ചടി ഉണ്ടാകുന്നു. ദുഃഖധാമം ആത്മാക്കളുടെ വീടാണ്. ബാബ മൂലവതനം മുതൽക്കുള്ള സർവരഹസ്യങ്ങളും മനസ്സിലാക്കി തന്നു. ഞാൻ ഗൃഹസ്ഥ വ്യവഹാരത്തിലാണെങ്കിലും കമല പുഷ്പ സമാനം പവിത്രമായി ജീവിക്കുന്നു. മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കിയാൽ ഉയർന്ന പദവി ലഭിക്കും. വിജയമാലയിലെ മുത്താകാൻ സാധിക്കും. ആരാണോ മുള്ളുകളെ പുഷ്പമാക്കുന്നത്, മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കി തീർക്കുന്നത്, അവർ ഉയർന്ന പദവിയെടുക്കും. ഇപ്പോൾ ബാബയുടെ ആജ്ഞയാണ്, കാമം മഹാശത്രുവാണ്. ഇതിനുമേൽ വിജയം പ്രാപിക്കുകയാണെങ്കിൽ ജഗത് ജീതായിത്തീരും. ഞാൻ സദാ ജ്ഞാനരത്നങ്ങൾ മാത്രമെടുക്കുന്നു. ഹംസമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഓരോ ചുവടിലും കോടികളുടെ സമ്പാദ്യം ശേഖരിക്കുന്ന, കോടി മടങ്ങ്
ഭാഗ്യശാലിയായി മാറുന്നു. ഞാൻ ഉയർന്ന പദവി നേടുന്നതിനു വേണ്ടി ടീച്ചറായി മാറി വളരെയധികം പേരുടെ സേവനം ചെയ്യുന്നു. കമല പുഷ്പസമാനം പവിത്രമായിരുന്ന് മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. മുള്ളുകളെ പുഷ്പമാക്കുന്നു. ബാബയുടെ വരദാനമാണ് എൻ്റെ നിന്റെ ചഞ്ചലതകളെ സമാപ്തമാക്കി ദയാഭാവന കാണിക്കുന്ന ദയാസമ്പന്നരായി ഭവിക്കൂ. ഞാൻ ആത്മാക്കളുടെ വിളി കേട്ട് ദയാഭാവന കാണിക്കുന്നു. പൂജ്യസ്വരൂപരും ദയാസമ്പന്നനുമാകുന്നു. സ്വയത്തെ സമ്പന്നമാക്കി ഈ ദുഃഖത്തിൻ്റെ ലോകത്തെയും സമ്പന്നമാക്കുന്നു. പരിവർത്തനത്തിൻ്റെ ശുഭഭാവനയുടെ അലകൾ തീവ്രഗതിയിൽ വ്യാപിപ്പിക്കുന്നു. എൻ്റെ നിന്റെ എന്ന ചഞ്ചലതകൾ സമാപ്തമാക്കുന്നു. വ്യർത്ഥ സങ്കല്പങ്ങളാകുന്ന ചുറ്റിക കൊണ്ട് സമസ്യകളാകുന്ന കല്ലിനെ പൊട്ടിക്കുന്നതിനു പകരം ഹൈ ജമ്പ് ചെയ്ത് സമസ്യകളെ മറികടക്കുന്നു. ഓം ശാന്തി.